ഇങ്ങനെ കൃത്യമായിട്ട് ഡാൻസ് കളിക്കാനൊക്കെ പഠിപ്പിക്കുന്നേ? ചേട്ടാ, ഈ ചേട്ടനാണോ ഇതിന്റെയൊക്കെ ആള്? കോർഡിനേറ്റർ മാത്രമാണോ? ഡിസ്കോ ഡാൻസർ അറിയുന്നത്? ഡാൻസ് കളിക്കാറില്ല. അതല്ലേ ആട്ടം കലാസമിതി ഞാൻ മനസ്സിലാക്കി 10-25 വർഷമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണല്ലേ? അല്ലെ, ഇതില് ഇത്രയും പ്രായമുള്ള ആരെയും കാണുന്നില്ലല്ലോ. ചേട്ടനാണോ? ആണ്. ഇതിനകത്ത് മറ്റേ തലമുതിർന്ന മുത്തപ്പന്മാരാണ് എന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത്. വേറൊരാള് ശരത്ത് അല്ലെ? ശരത്തേട്ടാ ഇങ്ങനെ അങ്ങനെ തന്നെയല്ലേ? ഏട്ടാ അതൊന്നും വിളിക്കല്ലേ, എനിക്കധികം പ്രായമൊന്നും ആണ്. അല്ലെ, ഇതെങ്ങനെയാണ്? ഞാൻ കണ്ടു നിങ്ങൾ രണ്ടാൾക്കാരാണ് പൊതുവെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് അവസരം തരാത്തതാണോ അതോ എന്താ സംഭവം? അവര് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാരും വന്ന പോലെയാണ്. ഈ ആട്ടം കലാസമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ശിങ്കാരിമേളം കം ബാൻഡിനെ ആദ്യമായിട്ട് മനസ്സിൽ കൊണ്ടുവന്ന ആരാണ്? നമ്മളൊരു ഗ്രൂപ്പ് പ്രണാമം ചെയ്ത് ചേട്ടാ പേടിക്കല്ലേട്ടാ, ഞാൻ ഒന്നും ചെയ്യത്തില്ല, സത്യമായിട്ട് ചെയ്യത്തില്ല. വേണ്ട, ഞാൻ മൈക്ക് കാണിക്കുന്നില്ല, ചേട്ടന് വേറെ ലേപ്പലുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തോന്നിയൊരു ആശയാണ് അങ്കോപാങ്കം. ദേവാസുരത്തിലെ അങ്കോപാങ്കം എന്ന് പറഞ്ഞ സോങ് ചെയ്ത് അവിടുന്നാണ് നമ്മള് ഒരു ഫ്യൂഷൻ എന്ന പരിപാടിയിലേക്ക് അങ്ങ് തിരിഞ്ഞത്. 25 വർഷമായിട്ട് ഈ ബാൻഡ് ഉണ്ടെന്ന്, ഐ മീൻ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഇത് കഴിഞ്ഞുള്ള ആളാരാ? ഈ ടീം തുടങ്ങുമ്പോ ഞാനും പ്രതീക്ഷും ഉണ്ട്. പിന്നെ എല്ലാവരും കൂടുതൽ കാലം ടീമില് എത്തിപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ പ്രതീക്ഷേട്ടാ പിടിച്ചു നിൽക്കാനായിട്ട് ചേട്ടന് ഡിസ്കോ ഡാൻസ് ഒക്കെ പഠിച്ചോ? പഠിക്കേണ്ടി വന്നു. ആരാ പഠിപ്പിക്കുന്നേ? അല്ല, അത് ഒരു സ്റ്റെപ്പ് ചെയ്യാ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാള് ഒരു ത്രെഡ് കൊണ്ടുവരും. അപ്പൊ അതെല്ലാരും കൂടി അത് ക്രിയേറ്റ് ചെയ്ത് അത് നല്ല രീതിയിലാക്കും. അങ്ങനെയാണ് നമ്മള് ഈ ടീമിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. ഏറ്റവും നല്ല ഡാൻസർ ആരാ ഇതിനകത്തെ? ബിനോയ്. വാവ്, വരൂ വരൂ. ഈ മറ്റുള്ളവർ കളിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോ ചില സമയത്ത് ചിരി വരാറുണ്ടോ? ശരി, വരാറുണ്ട്. ആണല്ലേ? അത് ഏറ്റവും